ഹുഡീസ് വരുന്നത് ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. കേരളത്തിൽ ആകെ 3 വാഹനങ്ങൾ ഈ ഒരു സ്പെക്കില് ഷോറൂമിൽ വന്നിട്ട് 29 എടുത്ത് വണ്ടികൾ ഇപ്പോൾ ഉണ്ട്. CBU വെഹിക്കിൾ ആണ്, ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആണ്. സ്പെക്ക് ചെയ്താണ്, അതായത് 4.4 ലീറ്റർ എഞ്ചിനാണ് വരുന്നത്. 35 lakhsോളം ഏകദേശം ലോഡിങ്സ് കയറ്റിയൊരു വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ. LC 300 ZX വിശാലമായിട്ട് കിടക്കുക, ഇവിടുന്ന് തൊട്ട് അവിടെ വരെ കിടക്കുന്നുണ്ട്. ബൈക്കിന്റെ കളക്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നിരത്തി 3 വാഹനം നിർത്തിയിട്ടിട്ടുണ്ട്. ജാഗ്വാറിന്റെ XJL ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ LC 300 ZX. ഈ ഒരു മോഡൽ LC 200 മുകളിൽ കിറ്റ് ലോഡ് ചെയ്ത വെഹിക്കിൾസ് ആണ്. ഇത് 2023-24 രജിസ്ട്രേഷൻ ആണ്. Mercedes Benz-ലേക്കാണ്. 35 എന്ന് പറഞ്ഞ AMG ആണ്. കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ മോഡൽ. കൺട്രിമാൻ ആണ്. കൺട്രിമാൻ കൂപ്പർ 2 ഡോർ ആണ് വരുന്നത് അല്ലേ? 2 ഡോറിലേക്ക് വരുന്നത് പനമേര 10th anniversary എഡിഷൻ ആണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പ്രീമിയം യൂസ്ഡ് കാർസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്ന. സ്ഥലം മോട്ടോർ വാഗലാണ്, കാലിക്കറ്റിലുള്ള മോട്ടോർ വാഗലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് മൾട്ടി ബ്രാൻഡഡ് പ്രീമിയം യൂസ്ഡ് കാർസിൻ്റെ കളക്ഷൻസ് ഉള്ള ഒരു സ്പോട്ടാണ്. നമ്മൾ ഇന്ന് കാറുകൾ മാത്രമല്ല ബൈക്കും കാണിക്കുന്നുണ്ട്. ഒരുപാട് ബൈക്സിൻ്റെ കളക്ഷൻസ് ഇവരുടെ അടുത്തുണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന വാഹനങ്ങളൊക്കെ കണ്ടാൽ അറിയാം, റേഞ്ച് റോവേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫൻഡർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ലെറ്റ്സ് റോളിങ്. അപ്പോൾ നമ്മൾ മോട്ടോർ വാഗനിൽ നിന്ന് കാറിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമ്മളിവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് അശ്വിനാണ്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് റൊട്ടേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പുതിയ ലോഡ് സ്റ്റോക്ക് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിഫൻഡർ ഒക്കെ വന്നിട്ടില്ല. ടോപ്പ് ലോഡ് ഡിഫൻഡർ ആണ്, ഇന്ത്യ ടോപ്പ് ലോഡർ തന്നെയാണ് ഇത്. അതല്ലേ, ഏകദേശം 35 lakhsന്റെ അടുത്ത് ലോഡിങ്സ് ഉള്ള ഒരു വെഹിക്കിൾ ആണ്. ലോഡിങ്സ് ചെയ്തിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല കാരണം റോഡ് പ്രസൻസ് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ഈ ഒരു ഡിഫൻഡറിനൊക്കെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. അപ്പൊ ഈ ലോഡിങ്സും കൂടി കയറ്റിയപ്പോൾ ഉള്ള ആ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ഉള്ളിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് ബൈക്കും കൂടി നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ട്രയംഫിന്റെ റോക്കറ്റ് 3R ലെസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ നമ്മൾ അതിൽ സ്റ്റോക്ക് ഉണ്ട്. ബൈക്സിന്റെ കളക്ഷൻസും ഉണ്ട്. ഇപ്പൊ ടോട്ടൽ ഏകദേശം എത്ര കളക്ഷൻ ഉണ്ട് ഇപ്പോൾ ഇവിടെ? ഷോറൂമിൽ വന്നിട്ട് 29 എടുത്ത് വണ്ടികൾ ഇപ്പോൾ ഉണ്ട്. ഷോറൂമിൽ മാത്രം, അല്ലാണ്ട് നമ്മൾ സോഴ്സ് ചെയ്ത് വെച്ച ഒരുപാട് വണ്ടികളും വരാനുണ്ട്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മോട്ടോർ വാഗന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് വെങ്ങാലി, അതായത് കണ്ണൂർ റോഡിലാണ്. കാലിക്കറ്റ് വെങ്ങാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. പാവങ്ങാട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് വെങ്ങാലി, അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു ഷോറൂം നമുക്ക് ഇവിടെ കാണാൻ പാസ് ചെയ്യുമ്പോൾ. ഓക്കെ, കാറിന്റെ കളക്ഷൻസ് നോക്കിയാലോ? പ്ലീസ്. ഓക്കെ, ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഡിഫൻഡർ ആണ്. അതെ, നമ്മുടെ ഷോറൂമിന്റെ ഒരു യുണീക്ക് വെഹിക്കിൾ ആണ്. അതിൽ തന്നെ ഇതിൽ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുഡീസ് വരുന്നത് ഒറിജിനൽ കാർബൺ ഫൈബർ ആണ്. ഇമ്പോർട്ട് ചെയ്താണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വൈറ്റ് ആണ് കളർ വണ്ടി. ആക്ച്വലി ഇത് റാപ്പിംഗ് ആണ് വരുന്നത്. ഈ മെറ്റീരിയൽ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ കൊച്ചിയിൽ നിന്ന് വർക്ക് ചെയ്തൊരു വെഹിക്കിൾ. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ലോഡിങ്സ് ഉണ്ട്. അതെ, ലാഡർ, റൂഫ് റെയില്, പിന്നെ അലോയ് വീൽ എടുത്തു വരേണ്ടതാണ്. കാസ്റ്റ് അലോയ് വീൽസ് ആണ് വരുന്നത്. ടോട്ടൽ ഏകദേശം എത്ര രൂപന്റെ ലോഡിങ്സ്? 35 lakhs. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 35 lakhs, നിയർലി 35 lakhsന്റെ അടുത്ത്. 35 lakhsോളം ഏകദേശം ലോഡിങ്സ് കയറ്റിയൊരു വണ്ടിയാണ്. വണ്ടി ഗംഭീര ലുക്കാണ് കേട്ടോ. കാരണം നമ്മൾ ഷോറൂമിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ഐ കാച്ചിങ് ആയിട്ട് നിന്നൊരു വാഹനം കൂടിയാണ് ഇത്. കാരണം ഫ്രണ്ടിൽ തന്നെ കണ്ടപ്പോൾ ഇത്രയും ലോഡിങ്സ് കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ. പിന്നെ നമ്മൾ ഉള്ളില് വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉള്ളിൽ ഇതിന്റെ ഇന്റീരിയറിലും കാർബൺ ഫൈബർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു ബ്ലാക്ക് തീമിലാണ് ഉള്ളിലും. നോർമൽ. ഓക്കെ, നല്ല കാര്യം. ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കാം. ഏതാ മോഡൽ ഇത്? ഇത് 2023-24 രജിസ്ട്രേഷൻ ആണ്. 24 രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, ഫാൻസി നമ്പർ ആണ് വരുന്നത്. KL11. കോഴിക്കോട് രജിസ്ട്രേഷൻ ആട്ടോ. KL11 വരുന്നത്. ഫാൻസി നമ്പർ ആണല്ലേ. ഓക്കെ. ഓണർഷിപ്പ് ഇപ്പൊ എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും. എങ്ങനെയാ ഇപ്പൊ കിലോമീറ്റർ ഒക്കെ? ഇപ്പൊ നിയർലി 40,000 അടുത്ത് വണ്ടി ഓടിയിട്ടുള്ളൂ. 40,000 അടുത്ത് ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി സർവീസ് ആണ്, പ്രോപ്പർ. ഓക്കെ, ഇപ്പൊ ഇതിന്റെ വാറണ്ടി ഏകദേശം എത്ര വർഷം വരെ ഉണ്ട്? ഈ ഒരു 5 year വാറണ്ടി ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 2029 വരെ വാറണ്ടി ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ വാറണ്ടിന്റെ കേസും പേടിക്കാനുള്ള പുത്തൻ വണ്ടി തന്നെ. കാരണം നമ്മളിപ്പോ ഇതിന്റെ ഇപ്പൊ എങ്ങനെയാ ആസ്കിംഗ് പ്രൈസ് വെച്ചിരിക്കുന്നത്? ഇതിപ്പോ നമ്മള് ഇപ്പം നല്ലൊരു ഓഫറിലാണ് ഇപ്പൊ കൊടുക്കുന്നത്. 170 നമുക്ക് 170 കിലോ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ചോദിക്കട്ടെ, ഇതിന്റെ പുതിയതിന് ഇപ്പൊ ഏകദേശം എത്ര റേറ്റ് ഉണ്ട്? പുതിയതിന് ഇപ്പൊ 180-89 ആ റേഞ്ചിൽ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് അന്ന് 189 ഉണ്ട്. ഇപ്പൊ ഇൻവോയ്സിൽ വരുന്നത് 2 പുറത്ത്
ആയിട്ടുണ്ട്. 2CR പുറത്ത് 2CR പുറത്ത് ലോഡിങ്സ് അടക്കം വരും. ഇൻവോയ്സ് തന്നെ 180 സംതിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ 2 ലിറ്റർ പെട്രോൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത് 3 ലിറ്റർ ഡീസലാണ്. 3 ലിറ്റർ ഡീസലാണ്. മാർക്കറ്റിൽ ഈ വണ്ടി കുറവാണ്. അതാണ് ഒരു യുണീക്കായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത് 3 ലിറ്റർ ആണ്, അതും ഡീസലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കൊണ്ടെടുക്കാൻ. കാരണം എന്താ പറയുക, ആ ഒരു എന്താ പറയുക, ഓടിക്കുന്നതിൻ്റെ ആ ഒരു പെർഫോമൻസ്. കാരണം 2 ലിറ്ററും 3 ലിറ്ററും ഓടിക്കുന്ന എന്തായാലും നല്ലൊരു വ്യത്യാസം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു 3 ലിറ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലോഡിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം 2CR മുകളിൽ പോകും. അപ്പോൾ അത്രയും നല്ലൊരു വില, അതായത് ആ ഒരു പ്രൈസിങ് അത്രയും നല്ലൊരു ഡിപ്രീസിയേഷനിലാണ് ഇവിടെ വെക്കാൻ വെച്ചിരിക്കുന്നത്. അതും നല്ല പുത്തൻ നെഗോഷ്യബിൾ ആണ്, നല്ലൊരു പ്രൈസിൽ നമുക്ക് കൊടുക്കാം. നെഗോഷ്യബിൾ ആണല്ലേ? ഓക്കെ, ഓണം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫൻഡറൊക്കെ ആയിട്ട് നാട്ടിൽ കൂടെ ചെത്തി നടക്കാം. അതും KL11 ഓക്കെ. അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് റേഞ്ച് റോവർ. ഏതാണ് ഇത്? വോഗാണ്. ലോങ് വീൽ ബേസ് 19 മോഡൽ അല്ലേ? കളർ വരുന്നത് ബ്ലൂ ആണോ? ബ്ലൂവും ഗ്രേയും കൂടി ഡ്യുവൽ ടോൺ വരുന്ന. ഓക്കെ, ബ്രൗണിഷ് കളർ വരുന്ന ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാ അപ്പോൾ ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? സിംഗിൾ ഓണർ ആണ്. 2090 ഞാൻ പറഞ്ഞ പോലെ 90 മോഡലാണ്. ഓക്കെ, ഇതൊരു CBU വെഹിക്കിളാണ്, ഇമ്പോർട്ടഡ് വെഹിക്കിളാണ്. ഓക്കെ, സ്പെക്ക് ചെയ്തതാണ്. അതായത് 4.4 V8 എഞ്ചിനാണ് വരുന്നത്. 4.4 V8 എഞ്ചിനാണ് വരുന്നത്. കേരളത്തിലാകെ 3 വെഹിക്കിളുകൾ. കേരളത്തിലാകെ 3 വെഹിക്കിളുള്ള ഈ ഒരു സ്പെക്കിൽ. കേരളത്തിലാകെ 3 വാഹനമുള്ളൂ ഈ ഒരു സ്പെക്കിൽ. അതുള്ളത് ഒന്ന് മോട്ടോർ വാഗണിലാണ്. ഓക്കെ, കിലോമീറ്റർ എങ്ങനെയാ? ഇത് ആകെ ഒരു 40,000 അത്രയേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ചോദിക്കണമെന്നില്ല, എല്ലാം പക്കയാണല്ലോ അല്ലേ? നമുക്ക് രജിസ്ട്രേഷൻ വരുന്നത് എവിടെയാണ്? 27 ഓക്കെ, KL തന്നെയാണ് വരുന്നത് രജിസ്ട്രേഷനൊക്കെ. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് ഉള്ള മറ്റൊരു വാഹനം കൂടിയാണ്. നമ്മൾ നേരത്തെ ഡിഫൻഡർ കാണിച്ച പോലെ തന്നെ അതൊക്കെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ കാച്ചിങ് ആയിട്ടുള്ളൊരു ഉണ്ടായിട്ട് ഒരു ഫീലായിരിക്കും. അതും കളറും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ, അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതെ അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്കൊരു 195. ഓക്കെ, പിന്നെ ചോദിക്കട്ടെ, നമുക്ക് ഇവിടെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല? ഫിനാൻസ് നമുക്കൊരു മാക്സിമം 90% നമുക്ക് ഫിനാൻസ് കൊടുക്കും. അത് ഏതൊക്കെ മോഡലായിരിക്കും? അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, നമുക്ക് മാക്സിമം റേറ്റ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഏത് മോഡൽ ഇട്ടിട്ടുള്ള വാഹനങ്ങൾക്കായിരിക്കും ഫിനാൻസ് കൊടുക്കുന്നത്? 2015 അബോവ് നമുക്ക് കൊടുക്കുന്നുണ്ട്, ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് എന്തായാലും ഫിനാൻസ് ഒക്കെ നോക്കുന്ന ആളാണെങ്കിൽ ഒരു 80%ഓളം ഫിനാൻസ് കിട്ടാൻ ഷുവർ എന്തായാലും കിട്ടും. അത്യാവശ്യം നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നല്ലൊരു റേഞ്ച് റോവർ ഇവിടെ അവൈലബിൾ ആണ്. അടുത്ത വണ്ടി നോക്കാം. എടുത്ത് പറയാണ്, കാരണം നമുക്ക് ആകെ 3 എണ്ണേ ഉള്ളൂ. അതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വോഗിൻ്റെ ഓട്ടോ ബയോഗ്രാഫിയാണ്, നല്ല അടിപൊളി കളറും കൂടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. ഓക്കെ, അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് Mercedes Benz-ലേക്കാണ്. GLൻ്റെ 35 AMG അല്ലേ? AMG ആണ് വന്നിരിക്കുന്നത്. പെട്രോൾ ആണ്. ഓക്കെ, ഫസ്റ്റത്തെ പെട്രോൾ ആണ്. അതെ, ഏതാ മോഡല്? 22 മോഡലാണ് കേട്ടോ. കിലോമീറ്ററോ? കിലോമീറ്റർ 35. ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻ ആണല്ലോ, നല്ല ബ്ലാക്ക് ടോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ല AMG ആണ്. അതെ, സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പാണ്, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു വാഹനം. ഓക്കെ, എങ്ങനെയാ അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്ക് 47 കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നല്ലൊരു ബഡ്ജറ്റിൽ നമുക്ക് ഇവിടെ ഒരു AMG കൂടി കിട്ടുന്നുണ്ട്. അതും വെൽ മെയിൻറ്റെയിൻ ചെയ്ത കമ്പനി അണ്ടർ വാറൻറ്റിയും കൂടി ഉള്ളതാണ്, എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു SUV വരുന്ന GLC അല്ലേ? GLC 200. അപ്പോൾ പെട്രോളാണ്. ഓക്കെ, നമ്മൾ അതിൽ രണ്ടാമത്തെ പെട്രോൾ വന്നിരിക്കുന്നത്. ഏതാ മോഡൽ അപ്പോൾ? 22 മോഡലാണ്. 21-22 സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത മറ്റൊരു വാഹനം. അത്രയേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ഒക്കെ വരുമ്പോൾ? ഇതും സെയിം നമുക്കൊരു 50 lakhs ആ ബഡ്ജറ്റിൽ വരുന്ന ഒരു വെഹിക്കിളാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു അതെ, അപ്പോൾ നല്ലൊരു SUV വരുന്ന GLC ഒക്കെ നോക്കുകയാണെങ്കിൽ നേരെ ഒന്നാമത് പെട്രോളാണ് കേട്ടോ. നല്ലൊരു പെട്രോളും കൂടി അവൈലബിൾ ആണ്. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ടൊയോട്ടയുടെ ലാൻഡ് ക്രൂയിസർ 300 ന്യൂ ഷേപ്പ്. ഓക്കെ, 12 lakhs എടുത്ത് നമ്മൾ എക്സ്ട്രാ ലോഡിങ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് 12 lakhs എടുത്ത് TRD കിറ്റ് ലോഡ് ചെയ്ത വണ്ടിയാണ്.
ഓക്കെ. ആ ഹാ ഹാ. പിന്നെ ഇതും ഇപ്പോൾ പ്രിയോണ്ട് മാർക്കറ്റിൽ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ LC300 ZX. ഈ ഒരു മോഡൽ ഒക്കെ LC200 മുകളിൽ കിറ്റ് ലോഡ് ചെയ്ത വെഹിക്കിൾസ് ആണ്. ഓക്കെ. ഇത് 300 ആയതുകൊണ്ട് തന്നെ ZX-ലാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു യുണീക്ക് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാർക്കറ്റിൽ 200 ആണ് അവൈലബിലിറ്റി കൂടുതൽ. ഓക്കെ. ആ ഹാ. എങ്ങനെയാ ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ? ഇത് ഇപ്പം ന്യൂ കാറിന് വന്നിട്ട് 3.3 CR അബോവ് റേറ്റ് വരുന്നുണ്ട്. നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത് നല്ല ബെസ്റ്റ് പ്രൈസിനാണ്. അപ്പോൾ പ്രൈസ് റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ വേണ്ടവർക്ക് നേരെ കോൺടാക്ട് ചെയ്താലും മതി. അതുപോലെ തന്നെ ഓണർഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണല്ലോ. രജിസ്ട്രേഷൻ വരുന്നത് എവിടെയാണോ? എങ്ങനെയാണ്? KL രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 3 ലിറ്റർ ആണ് വരുന്നത് അല്ലേ? 3 ലിറ്ററിലേക്ക് വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. ഈ മോഡൽ ലിഫ്റ്റ് ചെയ്തത് വളരെ യുണീക്ക് തന്നെയാണ്. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മൾ വീണ്ടും ടൊയോട്ടയിലേക്ക് വന്നു. വീണ്ടും ഒരു LC തന്നെയാണ്. 200 അല്ലേ? 200 VX. ഓക്കെ. 2014 ആണ് വെഹിക്കിൾ. 14 മോഡൽ. ഇത് ഫേസ് ലിഫ്റ്റ് ടു 2020. ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 2020ലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ. എങ്ങനെയാണ് ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. അതർ സ്റ്റേറ്റ് ആണ്. രജിസ്ട്രേഷൻ CH ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 2,50,000 ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ. ബട്ട് അണ്ടർ ഫുൾ കമ്പനി സർവീസ് പക്കയാണ്. ഓക്കെ. കിലോമീറ്റർ ഒരു 6 lakh to സുഖമായിട്ട് ഓടും. ടൊയോട്ടയാണ്. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതർ സ്റ്റേറ്റ് ആണല്ലേ? അതർ സ്റ്റേറ്റ് ആണ്. ഓക്കെ. എങ്ങനെ ചെയ്ത് കൊടുക്കാം? കേരളയിലേക്ക് ആക്കി മാറ്റി കൊടുക്കാം. അതിന്റെ NOC-യിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ ഒരു ചാർജ് വരുന്നു മാത്രം. എങ്ങനെ ഇപ്പോൾ ആസ്കിംഗ് പ്രൈസ് ഇതിന്റെ? ഇത് നമുക്ക് നല്ലൊരു പ്രൈസ് 75 lakhs നമുക്ക് 75 lakh. പിന്നെ NOC ആക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുന്ന മാത്രം. ഓക്കെ. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ 2 LC കാണിച്ചില്ലേ? LC-ന്റെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ. വണ്ടികളുണ്ട്. 2 അത് നേരത്തെ കാണിച്ചായിരുന്നു യുണീക്ക് മോഡൽ എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞൊരു വാഹനം കൂടിയാണ്. ഓക്കെ. അടുത്ത വണ്ടി നോക്കാം. അടുത്ത നമ്മൾ മെർസിഡീസിൻ്റെ GLS-ലേക്ക് വന്നില്ലേ? 400D ആണ്. ഓക്കെ. അത്യാവശ്യം ലേറ്റസ്റ്റ് തന്നെ. അണ്ടർ വാറണ്ടി ആണോ? വാറണ്ടി ആയിരിക്കും. ഓക്കെ. ഓണർഷിപ്പ് എങ്ങനെയാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എന്താ പറഞ്ഞ ലേറ്റസ്റ്റ് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് വണ്ടിന്റെ മോഡൽ. ഓക്കെ ഓക്കെ. അതിനനുസരിച്ചുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. പുതിയ സ്പെക് ഷീറ്റിൽ വരുന്ന വെഹിക്കിളാണ്. അതെ അല്ലേ? ഓക്കെ. ഹെഡ്ലൈറ്റ് ഒക്കെ സെയിം തന്നെയാണോ? സെയിം തന്നെയാണ്. ന്യൂ ഷേപ്പിൽ വരുന്ന. ഓക്കെ. ഓക്കെ. സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? ഇത് നിയർലി ഒരു 17,000 ഓടിയിട്ടുള്ളൂ. നല്ലൊരു GLS 400 ആണ് വന്നിരിക്കുന്നത്. 7 സീറ്റർ ആണ്. പ്രീമിയം സെഗ്മെൻറ്റ്, അതായത് എല്ലാത്തിനും പറ്റിയ നല്ലൊരു ലക്ഷറി എന്നൊക്കെ പറയുന്ന നല്ലൊരു വാഹനം കൂടിയാണ്. ഓക്കെ. ഇതിന് എങ്ങനെയാണ് പ്രൈസിങ് കോട്ട് ചെയ്തിരിക്കുന്നത്? 1.25. ഓക്കെ. നല്ല ഡീൽ തന്നെയാണ്. കളർ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് കളർ വരുന്ന 400. അതുപോലെ തന്നെ ഇനിയും GLS ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്ത GLS കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ അടുത്ത GLS. ഇത് 350D. ഓക്കെ. 18-19 മോഡൽ. ഓക്കെ. രജിസ്ട്രേഷൻ വരുന്നത് ഫാൻസി നമ്പറാണ്. ഓക്കെ. ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ. ഇത് സിംഗിൾ ഓണറാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചോദിക്കട്ടെ, നമുക്ക് ഇതിന് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? നമ്മൾ കാണിച്ച വാഹനത്തിനൊന്നും ഇല്ലല്ലോ? ഓക്കെ. കമ്പനി സർവീസ് ഉണ്ട്. നേരത്തെ കാണിച്ച അണ്ടർ വാറണ്ടി ആയിരുന്നു. ഓക്കെ. ഇത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയാ ഇപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്? ഇത് നമുക്കൊരു 75 lakh. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 80% ഫിനാൻസും കിട്ടുമല്ലോ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ GLS-ൻ്റെ 2 മോഡൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. GLS ഒക്കെ നോക്കുന്ന പോലെ നേരെ വന്നോളി മോട്ടോർ വാഗണിൽ. ഫീച്ചേഴ്സ് ആണെങ്കിലും പ്രീമിയം ലക്ഷറി ആണെങ്കിലും അതൊന്നും എടുത്ത് പറഞ്ഞു. അതും ഉണ്ട് അല്ലേ? ചെയ്തു കൊടുക്കാം. ഓക്കെ. കുറേ ഡീലേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കോൺടാക്ട് ഉണ്ടാവുമല്ലോ. നമ്മളൊരു ലോങ് ടേം റിലേഷനിലായിരിക്കും. തേർഡ് പാർട്ടി എന്നുപരി നമ്മളൊരു ഫേമിൽ വേണ്ടി എടുക്കുന്ന ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലായിരിക്കും. ഓക്കെ ഓക്കെ. 24/7 നമ്മൾ അവൈലബിൾ ആയിരിക്കും. എന്തായാലും ബൈബാക്ക് പോളിസി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ്.
ഓക്കെ, അടുത്ത നമ്മൾ വോൾവോയിലേക്ക് വന്നില്ല. XC60 XC60 ആണ്, 19 മോഡലാണ്. 19 മോഡൽ. ഓക്കെ, സേഫസ്റ്റ് കാറ് വോൾവോ. ഓക്കെ, പിന്നെ എയർമാറ്റിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരും. XC60ക്ക് എയർമാറ്റിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവും കൂടിയാണല്ലേ. ഓക്കെ, എങ്ങനെയാ അത് മോഡൽ ഏതായിരുന്നു പറഞ്ഞിട്ട്? 19 മോഡലാണ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഓക്കെ, കിലോമീറ്റർ ഏകദേശം എത്ര ഓടിയുണ്ട്? നിയർലി 15 എടുത്തോണ്ടിരിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഓക്കെ, വാറണ്ടിയിലാണോ? വാറണ്ടിയിലല്ലല്ലോ. ഓക്കെ, കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബഡ്ജറ്റ് കാറാണ്, ഫാമിലി പർപ്പസിലേക്ക് ആവുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ. അതെ, വോൾവോ എന്ന് പറയുന്നത് XC60 എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ബ്രൗൺ തീം അല്ലേ? ബ്രൗൺ തീമോട് കൂടി വന്നിട്ടുണ്ട്. എങ്ങനെയാ അതിൻ്റെ? ഇത് നമുക്കൊരു 50 lakh ബഡ്ജറ്റിൽ വരും. 50 കറക്റ്റ്. ഓക്കെ, ഓക്കെ. ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ അല്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നല്ല ഡീൽ തന്നെ. അപ്പോൾ വന്ന് കാണണമെങ്കിൽ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ മെർസിഡീസിൻ്റെ GLE, മെർസിഡീസ് ബെൻസിൻ്റെ GLE 250D അല്ലേ? 2017 മോഡലാണ്. ഇത് തേർഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി കണ്ടാൽ അറിയാലോ. ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആണ്. KL ആണോ? KL തന്നെ. തേർഡ് ഓണർഷിപ്പ് ആണ്. KL ആണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതെ, കുറച്ചും കൂടി ഒന്ന് ഒതുങ്ങിയ ഒരു മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒതുങ്ങിയ വണ്ടിയാണ്. ചെറിയൊരു വിഷയം, പക്ഷേ എന്നാലും SUV ആണ്. കൊണ്ടു നടക്കാനൊക്കെ നല്ലൊരു വാഹനം കൂടിയാണ്. ഫാമിലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു 5 സീറ്ററാണ് SUV-യിൽ. ഓക്കെ, ഓണർഷിപ്പ് പറഞ്ഞ തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഓക്കെ, തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ്? ഇത് നമുക്കൊരു ബെസ്റ്റ് ഡീലിന് കൊടുക്കാം. 55 ആണ് 55 lakh. ഓക്കെ, 55 lakh ആണ് കേട്ടോ ഈ ഒരു GLE-ൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും, ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ പോർഷെ വരുന്നുണ്ട് അല്ലേ? പോർഷേൻ്റെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പോർഷെ കെയ്ൻ. ഏതാണ്? 15 മോഡൽ. 2 ലിറ്റർ ആണോ? 3 ലിറ്ററിൽ V6 വരുന്നത്. ഓക്കെ, 3 ലിറ്ററിൽ V6 വരുന്നത്. 15 മോഡൽ, 16 രജിസ്ട്രേഷൻ. ഓക്കെ, അതർ സ്റ്റേറ്റ് ആണ് വരുന്നത്. ട്രാക്കിംഗ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഓക്കെ, കിലോമീറ്ററോ? 65,000. ഓക്കെ, ഇന്റീരിയർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു BJ കളർ പോലത്തെ ഒരു BJ എന്ന് പറയത്തില്ല, ക്രീം കളറിൽ ടച്ച് വരുന്ന ആ ഒരു തീമിലേക്കാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, ആസ്കിംഗ് പ്രൈസ് വരുന്നത് 42 lakh ആണ്. കിലോമീറ്റർ വരുന്നത് 65. ഓക്കെ, 42 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പോർഷെ, വേറെയും പോർഷെ നമ്മളെ സ്റ്റോക്ക് ഉണ്ടോ? പനമേര ഉണ്ട് അല്ലേ? അതുകൊണ്ട് അല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മിനി കൂപ്പേഴ്സ് കാണുന്നുണ്ട്. ഫസ്റ്റത്തെ മിനി കൂപ്പർ റെഡ് അല്ലേ? കൺട്രിമാൻ 4 ഡോർ വരുന്ന റെഡ് കളറിലാണ്. 18 മോഡൽ. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഇതിൻ്റെ എങ്ങനെയാണ് കിലോമീറ്റർ ഓടിയത്? 40,000. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അഡീഷണൽ ആയിട്ട്? ചെറിയ രീതിയിലൊക്കെ അല്ലേ? ഓക്കെ, ചെറിയ രീതിയിൽ ഓണേഴ്സ് ചെയ്തിട്ടുണ്ട്. KL തന്നെയല്ലേ? KL. എങ്ങനെയാ ഇതിൻ്റെ റേറ്റ്? 41 lakhന് കൊടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കൂപ്പറും കൂടി കാണുന്നുണ്ട്. ഡീസൽ വരുന്നുണ്ട്. ഇത് പെട്രോളാണ്. ഈ ഒരു ഡീസൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡീസൽ അല്ലേ? കൂപ്പർ ഡീസലാണ്. 18 മോഡലാണ്. ഇതിൽ എന്തെങ്കിലും ലോഡിങ്സ് കയറ്റിയുണ്ടോ? ഓക്കെ, സ്റ്റോക്കിലുള്ള ലൈനാണ്. ഓക്കെ, യെല്ലോ കളർ അല്ലേ? യെല്ലോ കളറിലേക്കാണ് ഇതിൻ്റെ അലോയ് വീൽസ്. ഓക്കെ, മോഡൽ ഏതാ പറഞ്ഞത്? 18 മോഡലാണ്. ഓണർഷിപ്പ് ഇപ്പം എങ്ങനെയാണ്? സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇതും KL തന്നെയാണോ? KL തന്നെയാണ്. ഓക്കെ, KL രജിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു മിനി കൂപ്പറാണ്. ഡീസലാണ്. പെട്രോളും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഡീസലാണ്. ഓക്കെ, 2 ഡോറാണ് വരുന്നത് അല്ലേ? 2 ഡോറിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ്? 33 lakh. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഒരു 20ൻ്റെ അപ്പോൾ ഫിനാൻസ് കിട്ടില്ലേ? അല്ലേ? 20 lakhs മേലെ എന്തായാലും ഫിനാൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു മിനി കൂപ്പറും കൂടിയാണ്. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. വിശാലമായിട്ട് കിടക്കുക.
ഇവിടുന്ന് തൊട്ട് അവിടെ വരെ കിടക്കുന്നുണ്ട്. ലോങ് വീൽ ബേസ് വരുന്ന 730 LD. ഒരു സെലിബ്രിറ്റി യൂസ്ഡ് വെഹിക്കിൾ ആണ്. അതെ. ഓഹോ. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. 1000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. മെയിൻറ്റെയിൻഡ് ആണ്. KL തന്നെയായിരിക്കും. KL07 വരുന്നതാണ്. ഓക്കെ. കിലോമീറ്ററോ? 27. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? മോഡൽ 2022. 2022 മോഡലാണ്. അപ്പോൾ അണ്ടർ വാറണ്ടി ആണോ? അണ്ടർ വാറണ്ടിയിൽ വരുന്ന നല്ലൊരു വാഹനം കൂടിയാണ്. പിന്നെ ചോദിക്കുന്നില്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? പക്ക ട്രാക്ക് വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അൾട്രാ ലക്ഷറി ഒക്കെ പറയുന്ന രീതിയിൽ തന്നെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. ഗംഭീരമായിട്ടുള്ള നീളമാണ് കേട്ടോ, നല്ല ലെങ്ത്തുള്ള വാഹനമാണ്. നിർത്തി ഇതാ അവിടെ നിന്ന് തൊട്ട് ആ വരെ കിടക്കുകയാണ്, വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഫീച്ചേഴ്സ് ആണെങ്കിൽ ലോഡഡ് ഫീച്ചേഴ്സാണ്, ഓവർലോഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വാഹനം കൂടിയാണ്. അൾട്രാ ലക്ഷറി കാറ്റഗറിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനം. എങ്ങനെയാണ് ആസ്കിംഗ് പ്രൈസ്? 1.25. ഓക്കെ, 1.25 ആണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാഹനമൊക്കെ നോക്കുകയാണെങ്കിൽ നേരെ വന്നോളൂ, അല്ലെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളുക. ഓക്കെ, അടുത്ത വാഹനം നോക്കാം. അടുത്ത് വന്നിരിക്കുന്നത് ജാഗോറിലേക്കാണ് അല്ലേ? ജാഗോറിൻ്റെ XJL. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സാധനം തോന്നുന്നു. അതൊന്നും കണ്ടിട്ടില്ല. കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള മോഡലാണ്. അതെ, ഇന്റീരിയറൊക്കെ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ആയാലും ഓക്കെ. 16 മോഡലാണല്ലേ? 40,000 ഓടിയിട്ടുള്ളൂ. ഇതും CB യൂണിറ്റിൽ വരുന്നതാണ്. ഇതൊക്കെ ആ കാലത്ത് CB യൂണിറ്റ് ആയിട്ട് വന്നൊരു വാഹനം കൂടിയാണ്. ഓക്കെ, ഫീച്ചേഴ്സ് ആണെങ്കിൽ ലോഡഡ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്ത നല്ല ലക്ഷറി വാഹനം. എങ്ങനെയാ അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്? 50 lakh അല്ലേ? ഓക്കെ, 50 lakh. ഓക്കെ, കൊടുക്കാം. ഓക്കെ, എന്തായാലും ഫിനാൻസ് ഒരു 80% ഫിനാൻസും കയറും. 50 lakh ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിരിക്കുന്നത്. യുണീക്ക് ആയിട്ടുള്ളൊരു മറ്റൊരു വാഹനം ജാഗോറിൻ്റെ. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അടുത്ത് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് പോർഷയിലേക്ക്. ഏതാണ്? പനമേരൻ്റെ 10th ആനിവേഴ്സറി എഡിഷൻ വരുന്ന V6 എഞ്ചിൻ അല്ലേ? ഓൾ വീൽ ഡ്രൈവ് ആണ് വരുന്നത്. ഓൾ വീൽ ഡ്രൈവ് ആണ്. ഓൾ വീൽ ഡ്രൈവ് വരുന്ന വാഹനം. ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് കളറാണ് വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പനമേര. ഓക്കെ, പിന്നെ മോഡൽ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു? 2020 ആയിരുന്നു അല്ലേ? ഓക്കെ, 2020 മോഡലിലെ സിംഗിൾ ഓണർഷിപ്പുള്ള. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് നമുക്കൊരു 1.49 1.49. ഓക്കെ, പോർഷെ. പിന്നെ പെർഫോമൻസ് വെഹിക്കിൾ, സൂപ്പർ പെർഫോമൻസ് വെഹിക്കിളാണ്. നല്ല റോഡ് പ്രസൻസ് ആണ്. റോഡ് പ്രസൻസ് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പെട്രോൾ ആണ്. പെട്രോൾ വാഹനം കൂടിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബൈക്സിൻ്റെ കളക്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, ബൈക്കിൻ്റെ കളക്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നിരത്തി 3 വാഹനം നിർത്തിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ട്രയംഫിൻ്റെ 2020 മോഡൽ റോക്കറ്റ് 3R ആണ്. റോക്കറ്റ് 3R ലെസ് ഡ്രിവൺ ആയിട്ടുള്ള വണ്ടിയാണ്. നേരത്തെ പറഞ്ഞു ലെസ് ഡ്രിവൺ ആയിട്ടുള്ള വണ്ടിയാണ്. ആകെ 2000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. ഓക്കെ. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ സ്ട്രീറ്റ് 750 വരുന്നുണ്ട്. 2019 മോഡൽ. 19 മോഡൽ അല്ലേ? ജാവേൻ്റെ ഒരു വാഹനം കൂടിയുണ്ട്. ജാവ 42 അല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓണർഷിപ്പൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്? ഏകദേശം സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളാണ്. ഓക്കെ, ജാവേൻ്റെ മോഡൽ, ഹാർലി ഡേവിഡ്സൺ, അതുപോലെ തന്നെ ട്രയംഫിൻ്റെ ഒക്കെ വാഹനമുണ്ട്. ഓക്കെ, റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കോൺടാക്ട് ചെയ്താൽ മതി. ബൈക്കിൻ്റെ ഒരുപാട് കളക്ഷൻ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സ്പെസിഫിക് ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഴ്സ് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ പറ്റും. അങ്ങനെ ഒരു ചോയ്സും കൂടിയുണ്ട്. അപ്പോൾ സിംഗിൾ ഓണർഷിപ്പുള്ള 3 വാഹനങ്ങളാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ നേരെ കോൺടാക്ട് ചെയ്താൽ മതി. ബൈക്കിൻ്റെ ഒരുപാട് സ്റ്റോക്സും ഇവരെടുത്തിട്ടുണ്ട്. ഇനി എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രൊവിഷനും കൂടി ഉണ്ട്. ഓക്കെ, നമ്മളിന്നിപ്പോൾ ഒട്ടുമിക്ക കളക്ഷൻസൊക്കെ ഇവിടെ താഴത്തെ ഫ്ലോറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ മുകളിലത്തെ ഫ്ലോറിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതും മൾട്ടി ബ്രാൻഡ് ആയിട്ടുള്ള ഒരുപാട് അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബഡ്ജറ്റ് കുറഞ്ഞ കാറ്റഗറിയിലേക്കാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ബാക്കി മുകളിലത്തെ നിലയിൽ കാണിക്കാം. ഓക്കെ, എ ഷോർട്ട് ബ്രേക്ക്.